ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി ഇന്നലെ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ടൊരു ഫ്രീ എപ്പിക് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ കൊണാമി നമ്മളെ പെട്ടെന്ന് ഞെട്ടിച്ച്. ഞാനാണെങ്കിൽ 2 ദിവസം വേറൊരു പരിപാടിയിലായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്കാണ് കൊണാമി ഇന്നലെ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത്. എന്തായാലും നമുക്കൊരു കിഡ്ലൻ എപ്പിക് പാക്കാണ് ഇപ്പോൾ കൊണാമി അവൈലബിൾ ആക്കി തന്നിരിക്കുന്നത് കേട്ടോ. സോ ഇന്നലെ ഗെയിം തുറന്നപ്പോൾ ആകെ 9 പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടായിരുന്നുള്ളൂ. 11 പ്ലേയേഴ്സിൻ്റെ പാക്ക് ഉണ്ടായിരുന്നെങ്കിലും 2 പേര് അവിടെ ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് ഇട്ടൊക്കെയായിരുന്നു അവർ. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ച് അതിൽ വല്ല റിയോ ഫെർഡിനാൻഡോ അല്ലെങ്കിൽ പിന്നെ വെച്ചാൽ തായ്ലൻഡ് ലെജൻഡിൻ്റെ ഇവരുടെ പേരങ്ങനെ ഇറങ്ങി കിടന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റിയോ ആയിരിക്കും വരിക എന്നൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ രാത്രി ആകുമ്പോൾ അവന്മാരുടെ സാധനം ലീക്കായി പോയി. ലീക്കായതാണോ ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ലീക്കായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെ പ്ലേയേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്. ഒന്ന് നമ്മുടെ ബെയിൻ റൂണിയും അതുപോലെ തന്നെ അഗ്യൂറോ. റൂണിയുടെ മുമ്പ് ഒരു കാർഡ് വന്നിട്ടുണ്ട് വെച്ചാൽ എപ്പിക്കായിട്ട് 2 വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടൊരു എപ്പിക്കും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗ്യൂറോടെ ഫസ്റ്റ് ടൈമാണ് ഒരു കാർഡ് വരുന്നത് നമ്മുടെ ഗെയിമിൽ. അറിയാലോ, പെസ്റ്റോ കളിച്ചവർക്ക് അറിയാം അഗ്യൂറോ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ സ്കോളിങ് കാര്യങ്ങളൊക്കെ. കാരണം ബെസ്റ്റ് റൈറ്ററോട് സെൻറ്റർ ഫോർവേഡ് ആയിരുന്നു നമ്മുടെ 2018, 19, 20 ആ കാലഘട്ടത്തിലൊക്കെ. കിഡിലൊരു സെൻറ്റർ ഫോർവേഡ് ആയിരുന്നു. പീക്ക് കാർഡായിരുന്നു കേട്ടോ. അപ്പോൾ ആളെന്തായാലും ഇപ്രാവശ്യം ഒരു എപ്പിക്കായിട്ടാണ് വരുന്നത്, അതും ഫ്രീ ആയിട്ട്. കിഡിലല്ലേ കൊണാമി എന്തായാലും അവിടെ നെട്ടിച്ചു, ഒന്നും പറയില്ല. 99 ഇപ്പോൾ തന്നെ കാണിക്കുന്നത്. എങ്ങനെ പോലും ഒരു 105 ഓവറോൾ റേറ്റിംഗ് വരുന്ന ഒരു ബീസ്റ്റ് കാർഡാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ആളെന്തായാലും ഗോൾഡ് പോച്ചർ കാർഡ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം 2018 കാലഘട്ടങ്ങളിലൊക്കെ ആൾ ഗോൾഡ് പോച്ചർ, നല്ല എല്ലാ കാർഡും ഗോൾഡ് പോച്ചർ ആയിരുന്നു. അപ്പോൾ കൊണാമി തെണ്ടിത്തരമൊന്നും കാണിച്ചില്ലെങ്കിൽ ഗോൾഡ് പോച്ചർ ആയിട്ട് തന്നെ വരും. കിടിലൊരു കാർഡായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് ബ്ലിറ്റ്സ് കേൾ പ്ലസ് ലോ സ്ക്രീമർ പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. പിന്നെ റൂണി ആണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് വിൽ പവർ ആണ്. 2 അടിപൊളിയായിരിക്കും. പിന്നെ റൂണി 99 CF ആണ്, 105 കിട്ടും. പക്ഷെ ആൾ മിക്കവാറും ഡീപ്പ് ലൈൻ ഫോർവേഡ് ആവട്ടോ. ഗോൾ പോച്ചർ ആവാൻ ചാൻസ് ഇല്ല. റൂണിയുടെ പ്ലേസിനും കാര്യങ്ങൾക്ക് അറിയേണ്ടതാണല്ലോ. മുമ്പ് വന്ന കാർഡ്സ് ആണെങ്കിലും ഹോൾ പ്ലെയറും ഡീപ്പ് ലൈനും ഒക്കെ തന്നെയായിരുന്നു. പിത്താവുന്ന ഡീപ്പ് ലൈൻ ആവാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഒരു ഫിനിഷിംഗ് പ്ലസ് വിൽ പവർ ആണ് സ്കില്ല് വന്നിരിക്കുന്നത്. നോക്കെന്തായാലും 2 കാർഡും അടിപൊളി കാർഡാണ്. നമുക്ക് അതും ഫ്രീ ആയിട്ട് തരേണ്ടത് ടോപ്പ് ആയിരിക്കും കേട്ടോ. അതിന് പുറമെ തന്നെ വേറെ 11 കാർഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സിനൊന്ന് റേറ്റ് ചെയ്യുക വെച്ചാൽ അവരുടെ സ്റ്റാറ്റ്സ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നെ എടുക്കണോ വേണ്ട, കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണോ വേണ്ടതെന്ന് ജസ്റ്റ് നോക്കണമല്ലോ കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമുക്കിതിൽ അഗ്യൂറോയുടെ റൂണിലൊക്കെ എടുക്കുക വെച്ചാണെങ്കിൽ അവന്മാരുടെ സ്റ്റാറ്റ്സ് വന്നിട്ടില്ല. അത് വരുമ്പോൾ എന്തായാലും പറയാം. ബാക്കിയുള്ള 9 പേരാണെങ്കിലും പറയുന്നത്. പിന്നെ റിയോയുടെ ആണെങ്കിലും റിയോനെ എങ്ങനെ വരും എന്നറിയില്ല. മിക്കവാറും ഡെയിലി ഗെയിമിലാവും. അല്ലെ പിന്നെ അവന്മാർ വല്ല അജറാഡിനൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ ക്യാമ്പയിനായിട്ട് ഫ്രണ്ട്ലിക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ റിയോനെ പ്രതീക്ഷിച്ചത് നല്ലൊരു കാർഡായിട്ട് വരുന്നതായിരുന്നു. കാരണം ഇംഗ്ലണ്ടിനെ അടിച്ചപ്പോൾ ഭയങ്കര ഹൈപ്പായി. പിന്നെ ഇന്നലെ അവർ നോട്ടിഫിക്കേഷൻ വിട്ടിരിക്കണു, ചെങ്ങായിയുടെ ഹൈറ്റ് വെട്ടി കുറയ്ക്കുകയാണ്, കാല് വെട്ടുകയാണെങ്കിൽ 4 സെൻറ്റിമീറ്റർ കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ. എന്നിട്ട് 196 92 കുറച്ചുണ്ട് അവർ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പുതിയ കാർഡ് വരുന്നുണ്ട്. എന്തായാലും കുറേ പേര് കോയിൻസും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ ഈ റിയോ വരി വെച്ചിട്ട്. പക്ഷെ കൊണാമി തേമ്പി വരണതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രീ കാർഡ് സ്റ്റാറ്റ്സ് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും നമ്മളൊരു ബീസ്റ്റ് കാർഡാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതൊരു ആവറേജ് കാർഡായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനി എങ്ങനെ അവൈലബിൾ ആവും എന്ന് അറിയില്ല. എന്തായാലും വരുമ്പോൾ നമുക്ക് എന്തായാലും ഇൻഫോം ചെയ്യാം കേട്ടോ. സോ എന്തായാലും ഇതിലത്തെ റാങ്കിങ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, ഇതിൽ നമുക്കിപ്പോൾ ഒരു 9 പ്ലേയേഴ്സ് അവൈലബിൾ ആയിട്ട് നമ്മുടെ മെഷേറോ ഉണ്ട്, സിമാൻ ഉണ്ട്, ബെർക്യാം ഉണ്ട്, റൈക്കാർഡ് ഉണ്ട്, റൂയിസ് ഉണ്ട്, സ്കോൾസ് ഉണ്ട്, പിന്നെ ബോമലുണ്ട്, റൂയി കോസ്റ്റ, ഓനോ. അപ്പോൾ എന്തായാലും ഇതിന്ന് ഇനി നമുക്ക് ഓരോ പ്ലേയേഴ്സിൻ്റെയും സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. സോ ഞാനിതിൽ ഓരോരോ പ്ലേയേഴ്സിൻ്റെ റാങ്കിങ്ങിനനുസരിച്ചായിട്ടാണ് പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിനെ ഒരു റാങ്ക് കൊടുക്കുന്ന പ്ലെയറാണ് നമ്മുടെ റൈക്കാർഡ്. സോ റൈക്കാർഡ് വന്നിരിക്കുന്നത് ഒരു ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലായിട്ടാണ്. അതുപോലെ തന്നെ സ്കില്ല് വന്നിരിക്കുന്നത് ഫോർട്രസ് ആണ്. അപ്പോൾ അവിടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മുമ്പ് നമ്മുടെ റൈക്കാർഡിൻ്റെ കാണില്ല, നമ്മുടെ ഫ്രീ ആയിട്ട് ആ ഡെയിലി ഗെയിമിൽ ഇട്ടത്. ആ റൈക്കാർഡിൻ്റെ അത്ര ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ആളൊരു ആങ്കർമാൻ ആയിരുന്നു, ഇത് ഡിസ്ട്രോയർ ആണ്. സോ അതിൻ്റെ ആ പ്ലേ സ്റ്റൈലിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ റൈക്കാർഡ് ഡിസ്ട്രോയർ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ റൈക്കാർഡിനെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് പൊസിഷൻ പറയുന്നത് സെൻറ്റർ ബാക്ക് ആയിരിക്കും. സോ സെൻറ്റർ ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് നമ്മുടെ ഈ റൈക്കാർഡിന് അവൈലബിൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ 190 ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏജ് 30 ഉള്ളൂ. സോ അങ്ങനത്തെ ഒരു കാർഡാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫോർസസ് സ്കില്ലും ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ DMFനായിട്ട് നല്ലത് ആളെ ഒരു CB ആയിട്ട്, ഇങ്ങനെ നല്ലൊരു ഡിസ്ട്രോയർ CB ഇല്ല, നന്നായി ബോൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രോയർ CB ആണെങ്കിൽ അവിടെ കളിപ്പിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു കാർഡായിട്ടാണ് നമ്മുടെ ഈ റൈക്കാർഡിനെ കാണുന്നത്. എന്താ ആൾക്ക് ബെസ്റ്റ് ആ CBയുടെ പ്രോഗ്രഷൻ അതുപോലെ തന്നെ DMFയുടെ പ്രോഗ്രഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ പറയുന്നത് ഈ റൈക്കാർഡാണ് കേട്ടോ. ഇനി നമ്മുടെ ഇതിലത്തെ അടുത്ത റാങ്ക് ചെയ്യാൻ പോകുന്ന പ്ലെയർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോൾസ് ആണ് കേട്ടോ. സോ പോൾ സ്കോൾസ് അറിയാലോ, ആളിപ്പോൾ വന്നിരിക്കുന്നത് ബോക്സ് ടു ബോക്സ് പ്ലേ സ്റ്റൈലായിട്ടാണ്. അതുപോലെ തന്നെ ലോ സ്ക്രീമർ ആണ് ആൾക്ക് വന്നിരിക്കുന്ന സ്കില്ല്.
സ്കോൾസ് ഒരു കിഡിലെ മിഡ്ഫീൽഡർ ആട്ടോ, ഒന്നും പറയാൻ ലെഫ്റ്റ് മിഡ്ഫീൽഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോക്സ് ടു ബോക്സ് ആണ്. അപ്പോൾ CMFലും കളിപ്പിക്കാം, നിങ്ങൾക്ക് AMFലും കളിപ്പിക്കാം, RMFലും കളിക്കാം. ഇപ്പോൾ 3-4 പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ ആയിട്ടാണ് നമ്മുടെ സ്കോൾസ് വന്നിരിക്കുന്നത്. ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാസിംഗ് ഉണ്ട്, ഡ്രിബിളിംഗ് സെക്ഷൻ ഉണ്ട്, ഫിനിഷിംഗ് ഒക്കെ ഒരു 82 വരുന്നത് കുഴപ്പമില്ല, മിഡ്ഫീൽഡാണല്ലോ. പിന്നെ കിക്കിംഗ് പവർ 84, ആളുടെ മെയിൻ സാധനമാണ് ഈ ലോങ് റേഞ്ചർ. സോ അതിനൊരു പെർഫെക്റ്റ് ആണ്. പിന്നെ ആൾ ഭയങ്കര ഹെവി ഒന്നല്ല, അപ്പോൾ അതിൻ്റെ രീതിയിൽ കളിപ്പിക്കാൻ വെച്ചാൽ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ വെച്ചൊരു കാർഡാണ് നമ്മുടെ സ്കോൾസ് പറയുന്നത്. പിന്നെ സ്പീഡ് ആക്സലേഷനൊക്കെ അത്യാവശ്യം വരുന്നത് നല്ല കാർഡാണ് കേട്ടോ സ്കോൾസ്. അപ്പോൾ എൻ്റെ ഇതിലൊരു ചൂസ് പറയുകയാണെങ്കിൽ ഞാൻ റൈറ്റ് കാർഡിനായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡാണ് നമ്മുടെ സ്കോൾസ്. സോ നല്ല കാർഡാണ് കേട്ടോ. ഇനി നമ്മുടെ സ്കോൾസ് ആയിട്ട് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ മാർക്കോ റോയ്സ്. സോ 3ാമത്തെ റാങ്ക് ചെയ്യുന്ന പ്ലെയർ നമ്മുടെ മാർക്കോ റോയ്സ് ആണ്. സോ റോയ്സ് സീൻ പ്ലെയർ ആണ്, അറിയാലോ, ജർമ്മനിയുടെയും അതുപോലെ തന്നെ ഡോർട്ട്മുണ്ടിൻ്റെയും കിടിലൻ പ്ലെയർ ആയിരുന്നു. ഇഞ്ചറീസ് കുറച്ച് വേണ്ടിയിട്ട് കരിയറൊക്കെ കുറച്ച് ഭയങ്കര ചെങ്ങായി ക്ലാസ് ആണ്, ഒരു രക്ഷയില്ല. ഭയങ്കര കുറേ പേരെ ഫേവറേറ്റ് പ്ലെയർ കൂടിയാണ് മാർക്കോ റോയ്സ്. സോ ചെങ്ങായി ഇപ്പോൾ വന്നിരിക്കുന്നതിൽ പ്രൊലിഫിംഗർ ആയിട്ടാണ്, ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണ്. അതുപോലെ വിഷണറി പാസ് പറഞ്ഞ ഒരു പാസിംഗ് സ്കിൽ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല റൂയിസിൻ്റെ കാര്യത്തിൽ. കാരണം ആൾക്ക് ഇതിനായിട്ട് സ്റ്റാറ്റ്സ് അർഹിക്കുന്നുണ്ട്. സോ ഇതിൽ ഡ്രിബിളിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാം 90ന് മുകളിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ലോ പാസ് ലോഫ്റ്റഡ് നോക്കുകയാണെങ്കിൽ 84ഉം 81 കുഴപ്പമില്ല. പിന്നെ ഫിനിഷിങ് വരുമ്പോൾ ഒരു 84, പിന്നെ കേള് 81, സ്പീഡ് 88, ആക്സലേഷൻ 91, കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് എന്ന് പറയത്തില്ല. പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല. ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണ്, കുഴപ്പമില്ല പറയാം. നിങ്ങളിപ്പോൾ ഡ്രിബിൾ ചെയ്ത് നന്നായി കളിക്കുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നല്ല പാസ് കൊടുക്കണ ഭാഗത്തിനൊരു കാർഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കൊണ്ടൊരു കാർഡ് തന്നെയാണ് നമ്മുടെ മാർക്കോ റോയ്സ്. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്കൊക്കെ ഒരു ഫേവറേറ്റ്സ് ഉള്ള ഒരു കാർഡ് ഇട്ടോ നമ്മുടെ മാർക്കോ റോയ്സ്. കാർഡ് വെച്ചാൽ പ്ലെയറാണ്. നമ്മൾ ബുണ്ടസ് ലീഗയിലൊക്കെ ഡോർട്ട്മുണ്ട് സപ്പോർട്ട് ചെയ്യാൻ മെയിൻ കാരണം വെച്ചാൽ ഈ മാർക്കോ റോയ്സ്. എങ്ങായി അത്ര കിട്ടിലും കളിക്കാരനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ വിസ്റ്ററി പാസ് ആണ് ആൾക്ക് സ്കില്ല് വന്നിരിക്കുന്നത്. പിന്നെ ഏജ് ആൾ നോക്കുകയാണെങ്കിൽ 24 ഒരു യങ് ഏജഡ് കാർഡ് തന്നെ കേട്ടോ അത്. അപ്പോൾ എന്തായാലും നോക്കി നോക്കും നിങ്ങൾ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ അടുത്തതായിട്ട് ഒന്ന് റാങ്ക് ചെയ്യണ പ്ലെയർ ആലോചിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വേറെ അല്ല, ബെർക്കാം, ഡെന്നിസ് ബെർക്കാം. ഏറ്റവും അണ്ടർ റേറ്റഡ് പ്ലെയറാണ് നമ്മുടെ ഈ ഫുട്ബോളർ. കാരണം കിടില സ്റ്റാറ്റ്സ് എല്ലാം ഉണ്ട് മൂപ്പർക്ക്, പക്ഷേ ആരും കളിപ്പിക്കണില്ല. ചിലവർക്കൊന്നും ഈ പ്ലെയറെ പിടിക്കില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കുറേ നാളൊക്കെ കളിപ്പിച്ചായിരുന്നു. പിന്നെ ആൾക്ക് റീപ്ലേസ്മെൻറ്റിനനുസരിച്ചുള്ള പ്ലെയർ വന്നപ്പോഴാണ് ഞാൻ മാറ്റി തുടങ്ങിയത് ആളെ. പക്ഷേ ഇയാളെ ആരും അങ്ങനെ യൂസ് ചെയ്യില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഡ്രിബിൾ പറഞ്ഞ സ്കില്ല് വന്നിട്ടുണ്ട്. ഇയാൾക്ക് ഈ ഡ്രിബിളിങ് സെക്ഷനൊക്കെ ടോപ്പാണ്. അതുപോലെ തന്നെ ആളുടെ പാസിങ് കിഡിലാണ്, ഫിനിഷിങ് അടിപൊളിയാണ്. ആൾ കിഡിലൊരു കംപ്ലീറ്റ് പാക്കേജാണ്. സ്പീഡ് ആക്സലേഷനൊക്കെ കുറച്ച് കുറവാണെന്നുള്ളൂ. ആളൊരു ഡെമ്മി റണ്ണർ പ്ലേ സ്റ്റൈൽ കളിക്കുന്ന പോലത്തെ ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ റിയൽ ലൈഫിൽ. ഓക്കെ, ആഴ്സണലിലായിക്കോട്ടെ നെതർലാൻഡ്സിലായിക്കോട്ടെ കിഡിലൻ പ്ലെയറാണ് ആൾ. ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ AMF കാർഡായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു AMF കാർഡ് വേണം. പാസിങ്ങും ഡ്രിബിളിങ്ങും ഫിനിഷിങ്ങും ഒക്കെ അത്യാവശ്യം കിട്ടുന്നതായിട്ടുള്ള ഒരു നല്ല കാർഡ് വേണമെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് വേണമെങ്കിൽ എന്തായാലും പോകാൻ പറ്റിയൊരു കാർഡാണ് നമ്മുടെ ഡെന്നിസ് ബെർക്കാമ്പ്. ഇപ്പോൾ ഞാൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ 103 വരുന്നത്. അതുപോലെ തന്നെ ഡ്രിബിളിൻ്റെ സെക്ഷൻ വരികയാണെങ്കിൽ 90ന് മുകളിൽ എല്ലാം വരുന്നുണ്ട്, 95 മുട്ടിയെടുക്കുന്നുണ്ട്. പാസിങ് നോക്കുകയാണെങ്കിൽ 90ന് മുകളിൽ വരുന്നുണ്ട് എല്ലാം. ഫിനിഷിങ് 90 മുട്ടി കിടക്കുന്നുണ്ട്. പിന്നെ സ്പീഡൊക്കെ വരുമ്പോഴാണ് 82-84 ഉള്ളൂ. ബാക്കിയെല്ലാം ടോപ്പിന് കേട്ടോ. കിടിലൊരു കാർഡാണ് നമ്മുടെ ഈ ഡെന്നിസ് ബെർക്കാമ്പ്. എന്തായാലും നോക്കി അണ്ടർ റേറ്റഡാ. കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടമില്ല, കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളുടെ വാല്യൂ എന്താണെന്ന്. സോ അടിപൊളി കാർഡ് തന്നെ കേട്ടോ. ഇനി നമ്മൾ ഈ പാക്കിൽ അടുത്തതായിട്ട് വെക്കാൻ പോകുന്ന പ്ലെയറാണ് നമ്മുടെ സീമാൻ, ഡേവിഡ് സീമാൻ. ചെങ്ങായി ഒരു ഗോൾ കീപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. 193 ഹൈറ്റുള്ള കിടിലൻ ഒരു ഗോൾ കീപ്പർ തന്നെയാണ്, ഡിഫൻസീവ് ഗോൾ കീപ്പർ കേട്ടോ. അതുപോലെ തന്നെ ആൾക്ക് GK സ്പിരിറ്റർ പറഞ്ഞ സ്കില്ലും അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോൾ കേട്ടോ ആളെ ഞാൻ മുന്നിലെടുത്ത് വെക്കുന്നത്. കിടിലൻ സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നത്. ഗ്ലിച്ച് പെർഫോമൻസ് ചില നേരത്തൊക്കെ ആളുടെ മുമ്പ് വന്നുള്ള കാർഡ്സ് ആയിക്കോട്ടെ ചില നേരത്തൊക്കെ ഭയങ്കര ഗ്ലിച്ച് പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഈ കാർഡ് നോക്കുകയാണെങ്കിൽ ആൾ ഏജ്ഡ് കാർഡാട്ടോ, 35 വയസ്സുള്ള ഒരു ആഴ്സണലിൻ്റെ കാർഡാണ് ആളുടെ. എന്തായാലും നൈസ് കാർഡ് തന്നെയാണ്. ടോപ്പായിട്ടുള്ള റേറ്റിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ആൾക്ക്. എന്തായാലും സ്റ്റാറ്റ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ അടുത്തൊരു പ്ലെയർ ആയി റെക്കമെൻഡ് വെച്ചാൽ ഞാൻ സീമാനാണ് വയ്ക്കുക. ഇനി ഇതിൽ അടുത്തൊരു നല്ലൊരു കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും ബോമൽ, മാർക്ക് വാൻ ബോമൽ. ബോമൽ ഇപ്പോൾ നമ്മുടെ ബെൽജിയത്തിൻ്റെ ഇൻ്റർനാഷണൽ കോച്ചായിട്ട് വന്നിട്ടുണ്ട്. സോ അടുത്തിടായിട്ട് നിങ്ങൾ പേര് കിട്ടത് ആളുടെ അങ്ങനെ ഇരിക്കാം. സോ ബോമൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബയൻ്റെയും നെതർലാൻഡ്സിൻ്റെയും എക്കാലത്തും വെച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഒരാൾ തന്നെയാണ്. ഈ കാർഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ വരേണ്ടത് ഒരു ആങ്കർമാൻ കാർഡായിട്ടാണ്. റൈറ്റ് കാർഡിന് കൊടുക്കായിരുന്നില്ല ഇത്. സോ ചെങ്ങായി വരേണ്ടത് ആങ്കർമാൻ കാർഡായിട്ടാണ്. അതുപോലെ തന്നെ ലോങ് റീ ടാക്കിൾ പറഞ്ഞ സ്കില്ലും ആൾക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എന്നാലും നമ്മുടെ റൈറ്റ് കാർഡിൻ്റെ ആ കാർഡിൻ്റെ അത്രയൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കാർഡ് മറ്റേ ഡെയിലി ഗെയിം വന്നിരുന്നില്ലേ, ആ കാർഡിൻ്റെ അത്രയൊന്നും പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. പെർഫോമൻസ് അല്ല, റേറ്റിംഗ് ഇതിലില്ല.
എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാസിംഗ് ഉണ്ട്, ടോപ്പ് തന്നെയാണ്. പിന്നെ സ്പീഡൊന്നും കുഴപ്പമില്ലാതെ പറയാം. എന്നാലും അത്യാവശ്യം നല്ലൊരു കാർഡാണ്. ആങ്കർമാൻ ലോങ് റീ ടാക്കിൾ നല്ലൊരു കാർഡ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ബാമൽ എന്തായാലും നമ്മൾ ഇതിലിപ്പോൾ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇനി വരുമ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാവും പെർഫോമൻസ് എന്ന്. ഇനിയിപ്പോൾ അടുത്തൊരു പ്ലെയർ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക നമ്മുടെ റൂയി കോസ്റ്റ കേട്ടോ. അറിയാലോ, പോർച്ചുഗലിലൊക്കെ എക്കാലത്തും വെച്ച പ്ലേസിൽ ഒരു പ്ലെയറാണ് നമ്മുടെ റൂയി കോസ്റ്റ. ഇതിലെ സ്റ്റാറ്റ്സ് ഒന്നും അത്രയ്ക്ക് കത്തിയിട്ടൊന്നും വന്നിട്ടില്ല. ഡ്രിബിളിങ് അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാം 90ൻ്റെ മുകളിലുണ്ട്. പിന്നെ പാസിംഗ് ആണുള്ള മെയിൻ ആൾ 94 ലോ പാസും ലോഫ്റ്റഡ് 93 വരുന്നുണ്ട്. പിന്നെ ആളുടെ സ്കില്ലുണ്ടല്ലോ, സ്കില്ല് ഫിനോൽ പാസ്സാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പാസിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസിക് നമ്പർ 10 ആണ് പ്ലേ സ്റ്റൈൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ക്ലാസിക് നമ്പർ 10 പറഞ്ഞ പ്ലേ സ്റ്റൈലിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് അടുത്തിടെയായിട്ട് ഞാൻ കളിപ്പിച്ച നമ്മുടെ റിവാൾഡൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഇപ്പോഴും ആളുടെ ആ ക്ലാസിക് നമ്പർ 10 തരുന്നത്. പിന്നെ മർഡോണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഇപ്പോൾ ക്ലാസിക് നമ്പർ 10 പണ്ടത്തെ പോലെ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് കളിപ്പിച്ച് അങ്ങോട്ട് കയറിക്കോളും അവർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. സോ റൂയി കോസ്റ്റയ്ക്കും അത്യാവശ്യം സ്റ്റാറ്റ്സും സ്പീഡ് ഡ്രിബിളിങ് പാസിങ് എല്ലാം വരുന്നൊരു കാർഡ് തന്നെയാണ്. സോ കുഴപ്പമില്ല, ഇതാണ് സ്റ്റാറ്റ്സ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ. ഇനി നമ്മുടെ അടുത്ത പ്ലെയർ ആയിട്ട് വരുന്നത് നമ്മുടെ മെഷെയർ ആണ്. സോ മെഷെയർ ഫോക്സ് ഇൻ ദ ബോക്സ് ആയിട്ടാണ് വരുന്നത്. സോ ചെങ്ങായിക്ക് വന്നിരിക്കുന്ന ഫിനോൽ ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലാണ്. സോ ആൾ നോക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് കാർഡ്, ബിലോ ഏവറേജ് കാർഡ് പോലെയൊക്കെ തോന്നുന്ന സ്റ്റാറ്റ്സ് ആണ് ആൾക്ക് വരുന്നത്. ഇപ്പോൾ ഡ്രിബിളിങ് ആയിക്കോട്ടെ, ഫിനിഷിങ് 93 ഉള്ളൂ, സ്പീഡൊക്കെ ഒരു 90 മുട്ടുന്ന രീതിക്കുള്ളൂ. സോ ഒരു ഏവറേജ് കാർഡ് പറയാം. ഈ പാക്കിൽ വെച്ച് അവസാനം റാങ്ക് ചെയ്യാൻ പറ്റിയൊരു കാർഡ് ഏത് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണേൽ പറയാം. ഓക്കെ, തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഓനോ കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. ഓനോ അറിയാലോ, നമ്മുടെ ജപ്പനീസ് ഗോട്ടാണ് ചെങ്ങായി. പക്ഷേ ഒരു കാലത്ത് ഓളുണ്ടാക്കി നിങ്ങൾക്ക് അറിയണതല്ലേ, പെസ്സിലൊക്കെ ഒരു കാലത്ത് ഓളുണ്ടാക്കി കാർഡാണ് നമ്മുടെ ഓനോടെ. ഈ ഓനോടെ കാർഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല കളഞ്ഞാണ്. ആൾ വന്നിട്ട് ഹോൾ പ്ലെയർ കാർഡായിട്ടാണ്. പിന്നെ അറ്റാക്ക് ട്രിഗറുമാണ് സ്കില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡ്രിബിളിങ് അത്യാവശ്യം കുഴപ്പമില്ല, 99, 90, 94 ഒക്കെ വരുന്നുണ്ട്. പാസിംഗ് ഒക്കെയാണ് ലോഫ്റ്റഡ് 91 കിട്ടുന്നുണ്ട്. ഫിനിഷിങ് 84, സ്പീഡൊക്കെ ഒരു 85, ആക്സലേഷൻ 89, ആ രീതിക്കുള്ള സ്റ്റാറ്റ്സ് ആണ് മൂപ്പർക്ക് വരണത്. അപ്പോൾ സ്റ്റാറ്റ്സ് വൈസ് ഓക്കെ ആണെങ്കിലും ഈ ജപ്പാൻ പ്ലേയേഴ്സ് ആയതുകൊണ്ട് കുറേ പേർക്കൊന്നും കളിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഇതിൽ നമ്മൾ റാങ്ക് ചെയ്യണത് ഈ ചങ്ങായി ലാസ്റ്റ് ആയിട്ടാണ്. വലിയ എനിക്കൊരു ഇമ്പാക്റ്റ് തോന്നില്ല. പക്ഷേ 2021 ഇയാളുടെ പേര് കേട്ട നമ്മൾ മുട്ട് ഇറക്കിയായിരുന്നു. സോ അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മുടെ ഓനോ ഷിൻജി ഓനോ, നമ്മൾ കുറേ റാങ്ക് പുഷ് ചെയ്തിട്ടുള്ള ഈ പ്ലെയറൊക്കെ വെച്ചിട്ട് അന്ന് ഹെയ്റ്റായി വന്നിട്ട് പിന്നെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു കാർഡായിരുന്നു നമ്മുടെ ഓനോ. സോ ആ കാലഘട്ടത്തിലൊക്കെ കളിച്ചവർക്ക് മനസ്സിലാവും ഇതിൻ്റെ വാല്യൂ എത്രത്തോളം ആണെന്ന്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെ കേട്ടോ. എന്നാലും സ്റ്റാറ്റ്സ് വൈസ് ഒന്നും മോശം പറയാനൊന്നുമില്ല. എന്നാലും ജപ്പാനീസ് പ്ലെയറാണ് നമ്മളൊന്ന് തരം താഴ്ത്തി വെച്ചത്. സത്യം പറഞ്ഞത് കൊണാമി അങ്ങനെ പൊക്കി വെക്കണതല്ല, ഇപ്പോൾ നമ്മളെങ്കിലും താഴ്ത്തി ഇറക്കി വെക്കണ്ടേ. സോ അതുകൊണ്ട് വെച്ചാണ്, വേറൊന്നല്ല. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് കറൻ്റ്ലി ഈ പാക്കിൽ അവൈലബിൾ ആയിരിക്കുന്നത്. എന്തായാലും ഇനി ആ റൂണിയുടെയും അഗ്യൂറൊക്കെ സ്റ്റാറ്റ്സ് എന്തായാലും വരട്ടെ, അപ്പോൾ ഒന്നുകൂടിയും കത്തും. എന്തായാലും ഇതെന്ന് നിങ്ങൾക്ക് ആരെ കിട്ടാനാണ് ഇഷ്ടം കൂടുതൽ, ഇനിയിപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റ് ആണെങ്കിൽ ആരെ കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഫെർഡിയൊക്കെ ഉടനെ വരുന്നതാണ് പ്രതീക്ഷ. ആളി പറഞ്ഞ പോലെ തന്നെ ഏരിയൽ ഫോട്ടോ സ്കില്ലായിട്ട് അവിടെ കറങ്ങുന്നുണ്ട് മറ്റേ ഡാറ്റാ ബേസിൽ. ഉടനെ വരുന്ന പ്രതീക്ഷിക്കാം. എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നതാണ് റാങ്ക് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.